വെൽക്കം ബാക്ക് ടു കൊറിയൻ കിംചി. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു 10 മണിയായപ്പോൾ ഒരു നൂഡിൽ കഴിക്കാൻ തോന്നി. അപ്പം നമ്മൾ നൂഡിൽ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലാണ് വന്നത്. എവിടെ വന്നത് ജിൻഡു? ഇവിടുത്തെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. ഇത് 24 മണിക്കൂറും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പം നമ്മൾ അവിടെ വന്നത് കഴിക്കാൻ പോകുന്നത് നൂഡിൽസും കിംപാപ്പൊക്കെയാണ് കഴിക്കാൻ പോകുന്നത്. സാധനം നമ്മൾ ഇവിടുന്ന് കഴിക്കും. കുറെ സാധനങ്ങളൊന്നുമില്ല, നമുക്ക് വിശപ്പ് മാറുന്ന രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. ഇത് മൊത്തം ഇവിടുത്തെ നൂഡിലാണ്. കുറേ ഉണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് കഴിക്കാം. ഇത് നല്ലത്, ഞാൻ കഴിക്കാറില്ല. പിന്നെ ഒന്നിതും സോസേജിന്റെ ഇത് ഇഷ്ടമാണോ? അത് നല്ലതാ. ഇത് രണ്ടും നമുക്ക് ഇത് രണ്ടും കഴിക്കാം. കുറേ നൂഡിലുണ്ട് ഇവിടെ. ഇവിടെ ദേ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ എഗ്ഗിന്റെയും ഇതുപോലൊക്കെ ഉള്ളതാ. പക്ഷെ എനിക്ക് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള 2 നൂഡിലാണ് ഈ 2 പിന്നെ ഇവിടെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള നൂഡിലുണ്ട്. ഇത് ഒരു വട്ടം കഴിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് ഭയങ്കര സ്പൈസി. ഇതല്ല, ആ റെഡ് ആണ് സ്പൈസി. ഇത് സ്പൈസിനെസ് കുറവാണ്. ഇതിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? സ്പൈസി ആയിട്ടുള്ള തന്നെ. ഇത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള പലതോ അതെടുക്കണോ? വേണ്ട. ഇങ്ങനത്തെ കൊറിയൻ നൂഡിൽസ് ഒക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷിന്നല്ലേ ഇത്, ഷിൻറാമി. ഇത് മേടിക്കണോ? ഷിൻറാമി ഞാൻ കഴിച്ചതല്ല, നല്ലതാ. ഇതാണ് നമ്മുടെ ബുൾദാക്ക്. ഇതാണ് ഏറ്റവും സ്പൈസി ആയിട്ടുള്ള കൊറിയയിലത്തെ സ്പൈസി ആയിട്ടുള്ള ബുൾദാക്ക്. അതിന്റെ തന്നെ കുറെ ഫ്ലേവർ ഉണ്ട്. പിന്നെ ഇതിന്റെ ചെറുതും കിട്ടും കേട്ടോ. ഇത് ചെറിയ കപ്പ് നൂഡിലാണ്, ചെറിയ കപ്പാണ്. ഇത് വലുതാണ്. നമുക്കപ്പം വിശപ്പിനനുസരിച്ചൊക്കെ എടുക്കാം. കുഞ്ഞിതും ഉണ്ട്, കുഞ്ഞിതും കിട്ടും. ഇത് ചെറുതായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ ഇത് മാത്രം എടുക്കാം. ഇത് ഇവിടെ എന്താണ്? ഇത് റൈസ് ഒക്കെ ഉള്ളതാ. റൈസും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. നമുക്ക് റൈസും ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇത് മേടിച്ചു കഴിഞ്ഞാൽ ചിക്കൻ മായോ റൈസ് അങ്ങനെ കുറെ ടൈപ്പ് റൈസും കിട്ടും. പിന്നെ ഇങ്ങനത്തെ പാക്കറ്റിലുള്ള നൂഡിൽസും ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഇവിടുന്ന് കഴിക്കാനായിട്ടോ. ഇവിടെ മിക്ക കൺവീനിയൻസ് സ്റ്റോറിലും നമുക്ക് ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പൊ അവൻ ഇവിടെ ഉണ്ടാവും. അപ്പം ചൂടാക്കി കഴിക്കാം. നൂഡിൽസ് എടുത്തു. ഇനി മറ്റേ കിംപാപ്പ് എടുക്കണ്ടേ? കിംപാപ്പ് ലാസ്റ്റ് എടുക്കും. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കാം. ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വേറെ എന്തെങ്കിലും വേണം. ഇവിടെ ഇങ്ങനത്തെ കിംപാപ്പുള്ള മറ്റേ റോളിംഗ് ഉണ്ടല്ലോ. പക്ഷേ എടുത്തു വെച്ചാൽ നമുക്ക് പിന്നെ കഴിക്കാം. ഇത് ഏത് ഫ്ലേവർ ആണാവോ? ഇത് ബുൾഗോഗി ആണ്. കൊറിയയിലെ നിനക്ക് അറിയില്ലല്ലോ. ഇത് ബുൾഗോഗിയാണ്, മീറ്റ് ആണ്. ഇതും അതെ, ഇതുമേ മീറ്റ് ഉണ്ട്. നമുക്ക് ഇത് എടുക്കാം, ബുൾഗോഗി എടുക്കാം. വേറെ എന്തിട്ടാ വേണ്ടത് നിനക്ക്? പിന്നെ സാൻഡ്വിച്ച് ഉള്ള. പിന്നെ ബർഗറുകൾ ഇവിടുത്തെ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവാറില്ല. ഇതെന്താണ്? സാലഡ് റോളാണ്. പിന്നെ ബർഗർ മേടിക്കാം, ബുൾഗോഗി ബർഗർ. ആദ്യം പേ ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേ ചെയ്യണം. അപ്പൊ നമുക്ക് പേ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും കേട്ടോ. ഇത് 24 hours വർക്കിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് പാതിരാത്രിക്ക് നമുക്ക് വിശന്നാലും ഇവിടെ വരാം. ഇങ്ങനത്തെ ഇൻസ്റ്റന്റ് ഫുഡുകളൊക്കെ കിട്ടും. പിന്നെ ഓവൻ ഉണ്ട്. ഓവൻ, പിന്നെ വാട്ടർ ഉണ്ട്. വലിയ നമുക്ക് ഗ്രൂപ്പായിട്ട് വന്നിരിക്കാം, 2 പേരാണെങ്കിൽ ഇരിക്കാം, സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ അവിടെ വന്നിരിക്കാം. പക്ഷെ ഇതിപ്പോ രാത്രി ഒരു 10 മണിയായ കാരണം അധികം ആൾക്കാരില്ല. ഇവിടെ ഐസ്ക്രീം ഉണ്ട് ഇഷ്ടം പോലെ. അത് കഴിഞ്ഞിട്ട് അത് കഴിക്കാം. ആറ്റത്തിരിക്കാം. പാളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ചൂടാക്കണം. നൂഡിൽസ് എല്ലാം പൊട്ടിക്കണം. ഓരോന്ന് പൊട്ടിക്കാം. ആദ്യം നമ്മള് എന്താ കഴിക്കാൻ പോണേ? രണ്ടും ഒരുമിച്ച് ഒരുമിച്ച് പൊട്ടിക്കാം. ഓരോന്നെല്ലാം പൊട്ടിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാ നോക്കിയാ ഇതിന്റെ ഉള്ളിൽ നോക്കട്ടെ. ഇതിനുള്ളിൽ ഇതേപോലെയാണ് ഒരു മസാല പാക്കറ്റ് ഉണ്ടാവും. അതിനുള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും അടിയിൽ കണ്ടോ? വെജിറ്റബിൾസ് ഒക്കെ. സോസേജ് ആണ് ഇതിന്റെ ടേസ്റ്റ്. സോസേജ് ആണ്. അപ്പൊ സോസേജും ഉണ്ട്. സോസേജ് കുറവാണല്ലോ. അതിനുശേഷം ഇത് പൊട്ടിക്കുക. എല്ലാം ഇട്ടു. ഇനി വെള്ളം ഒഴിക്കണം. വെള്ളം ഇവിടെ തന്നെയുണ്ട്. ചൂടുവെള്ളല്ലേ? നമ്മുടെ ആവശ്യത്തിന് ചൂടുവെള്ളം നമുക്ക് ഒഴിക്കാം. ഒരുപാട് ഒഴിക്കല്ലോ കേട്ടോ ആദ്യം. അപ്പൊ ഏകദേശം നമ്മളിപ്പോ ഇത്രത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഓവനിൽ വയ്ക്കാം.
ഒരു മിനിറ്റ് ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ നൂഡിൽസ് പൊട്ടിക്കുകയാണ്. ഇതിനകത്തും ഇതേപോലെ തന്നെ മസാലയല്ല, നമ്മൾ മസാല എന്ന് പറയരുത്. ഇതിന്റെ അടിയിൽ ഇതുപോലെ തന്നെ സീസണിങ്സ് ഒക്കെ ഉണ്ട്. ഈ കിടക്കുന്നത് സ്ക്വിഡ് അല്ലേ? സ്ക്വിഡ് അല്ല. അല്ല, നീരാളിയാണോ? അല്ലല്ല. ഇപ്പൊ രണ്ടാമത്തെ നൂഡിൽസിലും ഒഴിക്കുകയാണ്. ആദ്യത്തെ നൂഡിൽസ് എന്തായി നോക്കട്ടെ. അതൊന്ന് മിക്സ് ചെയ്യണം. അത് വെച്ചോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒന്ന് നമ്മൾ ചെറുതായിട്ട് വേവിച്ചു, വെള്ളം കൂടി പോയോ? അത് ഇനി ഡ്രൈ ആയിക്കോളും. ഇവിടെ വേറെ ഓവൻ ഉണ്ട്. ഒരു മിനിറ്റ് ഇടുന്നേട്ടെ. ഇതിലൊന്നായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 2 ഓവൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ നൂഡിൽസ് ഓൾമോസ്റ്റ് സെറ്റായി. ഒന്നുകൂടി ഇരിക്കട്ടെ. ഇനി കുറച്ച് അടച്ചു വയ്ക്കത്. അതിന്റെ മേലെ ഇത് വെച്ചോ. കിംബാബ് നമ്മൾ ജസ്റ്റ് തുറന്നിട്ട് വെച്ചാൽ മതി. 30 സെക്കൻഡ്സ്. ഇതിപ്പോ തീരും. നമ്മുടെ അടുത്ത നൂഡിൽ എടുക്കണം. ഇത് റെഡി ആയിരുന്നു. 2 മിനിറ്റ് ഉള്ളൂ. നല്ല മണം വരുന്നുണ്ട്. വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി. ഇതിന്റെ കറക്റ്റ് ഞാൻ ഒഴിച്ച വെള്ളം പാകമായിരുന്നു. മിക്സ് ചെയ്തിട്ട് അതും വെച്ചോ. നമ്മൾ ഒരു സ്പൂണും ടിഷ്യൂ എടുത്തിട്ട് തരാം. ബർഗർ ചൂടാക്കണമെന്ന് നോക്കിയേ. ചൂടാക്കണം. ബർഗർ ഇവിടുത്തെ ബർഗർ ഒന്നും നമ്മുടെ പുറത്തത്തെ കടകളെ പോലെ ആയിരിക്കില്ല. എല്ലാം നന്നായിട്ട് ചൂടായിട്ടോ. ഇതാണ് ബർഗർ. ജസ്റ്റ് ഒരു പാറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. പാറ്റിയും ഒരു സോസും ചുമ്മാ വെച്ച് ചൂടാക്കിയാൽ മതി. പെട്ടെന്ന് കാണുമ്പോഴേ ബാക്കിൽ ബുക്കുകൾ ഒറിജിനലാന്ന് ഫീൽ ചെയ്യേ. കിംബാബ് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കിക്കോ. നന്നായിട്ട് ചൂടായി. എങ്ങനെ നമ്മുടെ ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ട് ആ ടിഷ്യൂ എടുത്തിട്ട് വരാം. ചൂടുണ്ട്. നല്ല കഴിച്ചാൽ മതി. എനിക്ക് അതും ഇഷ്ടം. എനിക്ക് അത് നോക്കണം. ടേബിൾ നല്ല ടേസ്റ്റ് നോക്കാം. ആയിക്കട്ടെ. ബർഗർ ചൂടാക്കി. ബർഗർ ഫസ്റ്റ്. ബർഗർ ഭയങ്കര സോഫ്റ്റ്. നമുക്ക് കഴിക്കാനുള്ള ഒറിജിനൽ ബർഗറിന്റെ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത്. ഇതിൽ വെറും പാറ്റി മാത്രമേ ഉള്ളൂ, പിന്നെ സോസും, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. കിംബാബ് ട്രൈ ചെയ്യാം. നമ്മൾ സ്ഥിരം കഴിക്കാത്ത ഫ്ലേവർ ആണത്. കണ്ടോ, ഇതാണ് കിംബാബ്. ഇതിനുള്ളിൽ മീറ്റ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഈ ചുറ്റിനും കാണുന്ന സാധനം സീവീഡ് എന്നാ പറയാ. സീവീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇവിടത്തെ ഒരു പായൽ അവർ പ്രോസസ് ചെയ്തെടുക്കണം. പായൽ ചൂടുണ്ടോ? കറക്റ്റ് ആണോ? എങ്ങനെയാണ് ടേസ്റ്റ്? കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്നും കഴിക്കണല്ല, വേറെ പുതിയ സാധനം ഇട്ടിരിക്കണം. ഇതിന്റെ ടേസ്റ്റ് നിൽക്കുന്നതിനുണ്ട്. ഓ, ഇതിന്റെ ചീര പോലത്തെ. ഓ, പൊട്ടിപ്പോയി. നിങ്ങൾക്ക് അത് എടുക്കല്ലേ. കിംബാബ് ടേസ്റ്റ് അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടമായില്ല. ഇനി ഉടനുണ്ട്. ഇതെന്റെ ഫേവറേറ്റ് നൂഡിൽസാണ്. ഞാൻ എപ്പോഴും കഴിക്കാറോ. ഈ ചൂട് കഴിക്കാൻ ബാബുള്ളൂ. നോക്ക്, നല്ല ആവശ്യമുണ്ടായിരുന്നു. ആറിയിട്ട് കഴിച്ച പോലെ. എനിക്കത് കഴിച്ചു നോക്കണം. ഞാൻ ആ രണ്ടും എല്ലാം സെലക്ട് ചെയ്തെടുത്ത. നല്ല ടേസ്റ്റ് അല്ലേ? അതിനേക്കാളും നല്ല ഇതല്ലേ? പക്ഷെ ഇതിവിടെ വെച്ചാൽ മതി. ഇത് എനിക്കാ താടിമേക്ക് ഇരിക്കണം. ഉപ്പ് കൂടുതലുണ്ടോ ഇപ്രാവശ്യം? നല്ല ചാറ് പോലെയൊക്കെ ഇറങ്ങിക്കണോ. അടിപൊളിയായിട്ടുണ്ട്. ചൂടുണ്ട് കേട്ടോ. കുറേശ്ശെ കഴിച്ചാൽ മതി. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാ പൊള്ളിക്കണ്ട.
ആറിയിട്ട് കഴിക്കാം, ആറിയിട്ട് കഴിക്കാം, ചൂടുണ്ട്. ബർഗർ ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കവറിൽ ടേസ്റ്റ് തോന്നുന്നു. അതിൽ ബാർബിക്യൂ സോസ് എന്തോ ഉണ്ടാവും. ഇത് പക്ഷെ അത്രയ്ക്ക് രസമല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല രുചിയുണ്ടെന്നാണ് അർത്ഥം. ഇവിടെ നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോഴേ മഷീസയോ ഒക്കെ പറയുമല്ലേ. എനിക്കിതാ ഞാനാ സെലക്ട് ചെയ്തേ. എവിടെയുള്ളൂ വിശന്ന് കട പൂട്ടിപ്പോയെന്ന് നമുക്ക് പറയണ്ടേ, എപ്പോഴാണ് വന്ന് കഴിക്കാം. കൊറിയയിൽ 3 ടൈപ്പ് കൺവീനിയൻസ് സ്റ്റോറുകളാണ്. ഒന്ന് ഇമാർട്ട്, ഒന്ന് GS 27 അല്ലേ, 25, പിന്നെ സിയു. നൈറ്റ് സിയു എന്നാണോ ശരിക്കും? 4 ഉണ്ട് ഇപ്പൊ. 7-Eleven ഉണ്ട്. ഇത് പുതുതായിട്ട് തുടങ്ങിയതോ? ഇമാർട്ട് പുതുതായിട്ട് പൊതുവെ 7-Eleven പോയിട്ടില്ല. നമ്മുടെ വീടിന്റെ അടുത്ത് എപ്പോഴും ഇമാർട്ട് അല്ല, GS 25. യുഎസിലൊക്കെ കോമണായിട്ട് കാണാൻ പറ്റുന്നത്. ഇമാർട്ട് കൊറിയയുടെ. ചൂട് പോണ്ടല്ലോ. ചൂട് പോയി. നല്ല ചൂടാട്ടോ ഇത്. നല്ല ടേസ്റ്റും ഉണ്ട്. ചൂടാ ചൂട് പോയി പറഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് തീരാറായിട്ടോ. ബർഗർ കഴിഞ്ഞു, ബാപ്പ് കഴിഞ്ഞു, നൂഡിൽ കഴിഞ്ഞു. അടുത്തത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ വെള്ളമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ട്രാഷ് ഒക്കെ ഇവിടെ തന്നെ ഇട്ടു. പിന്നെ നമ്മൾ ഇരുന്ന സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇവിടെ ഇപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ. മറ്റു ടേബിളിലൊക്കെ ഇപ്പൊ ആൾക്കാർ വന്നിരുന്നിട്ടുണ്ട്. ടിഷ്യൂ ഇവിടെ ഉണ്ട്. അടുത്തത് ഐസ്ക്രീം വേണം എന്നാണ് ശില്പിക്ക്. എനിക്ക് ഐസ്ക്രീം വേണം. എനിക്ക് വേറെ എന്തെങ്കിലും മധുരം വേണം. മധുരം കഴിക്കാനാ തോന്നണേ. ശില്പക്ക് ഐസ്ക്രീം വേണ്ട, ചോക്ലേറ്റ് മതി എന്നാ പറയണേ. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ ഭയങ്കര പൈസ ആട്ടോ. പക്ഷേ ഇവിടെ ബിസ്ക്കറ്റ് കൂടി ഉണ്ട് ശില്പ. കിറ്റ്കാറ്റ് മേടിക്കട്ടെ. കിറ്റ്കാറ്റ് എവിടെ? ആ അതെ, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ ഏതാ മേടിക്കണ്ടേ. ഇത് മതി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.